ഇന്ന് രാജ്യവ്യാപകമായി തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത പണിമുടക്ക് നടക്കുകയാണ്. വ്യക്തിപരമായി ഞാനും ആ പണിമുടക്കിൻ്റെ ഭാഗമാണ്. നാഷണൽ ലേബർ കോഡ്, ദേശീയ തൊഴിൽ നയം സംബന്ധിച്ച ഭേദഗതികൾ തൊഴിലാളി താൽപ്പര്യങ്ങൾക്ക് പൂർണ്ണമായും എതിരാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള വലതുപക്ഷ സർക്കാർ അവരുടെ ജനവിരുദ്ധ നയത്തിൻ്റെ, തൊഴിലാളി വിരുദ്ധ നയത്തിൻ്റെ ഏറ്റവും ശക്തമായ ഒരു കാര്യമാണ് ദേശീയ തൊഴിൽ നയത്തിൽ അവർ വരുത്തിയ ഭേദഗതി എന്ന് പറയുന്നത്. എപ്പോഴും അസ്ഥിരമായ തൊഴിൽ വിപണി അതെപ്പോഴും കോർപ്പറേറ്റുകൾക്ക് ആവശ്യമാണ്. അവർക്ക് വളരെ തുച്ഛമായ പണത്തിന്, വേതനത്തിന് ബാർഗെയിൻ ചെയ്ത് തൊഴിലാളികളെ ലഭ്യമാകുക എന്നുള്ളത് അവർക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യമാണ്. അത്തരം ഒരു അനുകൂല സാഹചര്യത്തെ വിപുലീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ നാഷണൽ ഗവൺമെൻറ് ഈ തൊഴിൽ നിയമങ്ങൾ ഭേദഗതി വരുത്തിയതോടുകൂടി ചെയ്യുന്നത്. യാതൊരു നോട്ടീസ് പോലും കൊടുക്കാതെ തൊഴിലാളിയെ പിരിച്ചുവിടാനുള്ള അവകാശം ഈ കോർപ്പറേറ്റുകൾക്ക് നൽകുകയാണ് ഈ ഭേദഗതിയിലൂടെ. ഞാൻ പറയാൻ ആഗ്രഹിച്ച വിഷയം ഇത്തരം തൊഴിലാളി സമരങ്ങളോട് ഒരു ജനാധിപത്യ സമൂഹം എടുക്കേണ്ട സമീപനങ്ങളെക്കുറിച്ചാണ്. അത് പറയാൻ കാരണമുണ്ട്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ, കേരളത്തിലെ പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശൻ ഉൾപ്പെടെ ഈ തൊഴിലാളി സമരത്തോട് പുലർത്തുന്ന ഒരു സമീപനമുണ്ട്. ആ സമീപനം തൊഴിലാളി വിരുദ്ധമാണ്, ജനവിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്. അതിനവർ പല പല ഭാഷകളും പല പല പ്രയോഗങ്ങളും പറയും. ആധുനിക സമര രീതികൾ. എന്താണ് ആധുനിക സമര രീതികൾ? അത് പറയും. എന്താണ് ബദൽ സമര രീതികൾ? അത് പറയും. അത് ചെയ്ത് കാണിക്കും. കോൺഗ്രസിനും തൊഴിലാളി സംഘടനകളില്ലേ, അവർ ചെയ്ത് കാണിക്കട്ടെ ബദൽ സമര രീതികൾ വെച്ചിട്ട്. ഇതൊന്നല്ല പ്രശ്നം. ഇവരെല്ലാം പൊതുവായിട്ട് പങ്കിടുന്ന വലതുപക്ഷ രാഷ്ട്രീയം കോർപ്പറേറ്റ് അനുകൂലമാണ്. ഇവരെയൊക്കെ അധികാരത്തിൽ സ്ഥാപിക്കുന്നതും ആരാണ്? ഈ കോർപ്പറേറ്റുകളാണ്. ഇപ്പം ഭാരതീയ ജനതാ പാർട്ടി പോലുള്ള സംഘടനകളെ അല്ലെ സർക്കാരുകളെ സ്ഥാപിക്കുന്നത്, നിലനിർത്തുന്ന ഇന്ത്യൻ കോർപ്പറേറ്റുകളും ബഹുരാഷ്ട്ര കോർപ്പറേറ്റുകളാണ്. അവരുടെ താല്പര്യം കൃത്യമായി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം സർക്കാരുകളെ നിലനിർത്തുന്നത്. നമ്മുടെ ജനാധിപത്യത്തിന് ചില പരിമിതികളുണ്ട്. ജനങ്ങൾ എല്ലാ വിഷയത്തിലും ബോധവാന്മാരല്ല. അവരുടെ അവകാശങ്ങളെക്കുറിച്ചും ഒന്നും തന്നെ ബോധവാന്മാരല്ല. ഈ ഒരു ബോധരാഹിത്യമാണ് പലപ്പോഴും ഇത്തരം സർക്കാരുകൾ അധികാരമേറുന്നതിലേക്ക് നയിക്കുന്നത്. കാരണം ജനങ്ങളുടെ പ്രയോറിറ്റി, മുൻഗണനകൾ പലപ്പോഴും അവരുടെ അടിസ്ഥാന ആവശ്യങ്ങളോ അവരുടെ സ്വപ്നങ്ങളോ അവരുടെ പ്രതീക്ഷകളോ നിറവേറ്റുന്നതിന് ഉപരി ഈ മതധാർമ്മികതയും മതപരമായ അജണ്ടകളും വംശീയ അജണ്ടകളും ഇതൊക്കെ മുൻനിർത്തി ഇവരുടെ അഭിപ്രായങ്ങളെ, അവരുടെ രാഷ്ട്രീയത്തെ മോൾഡ് ചെയ്തിട്ട് വലതുപക്ഷത്തിനും കോർപ്പറേറ്റുകൾക്ക് അനുകൂലമാക്കി മാറ്റുക എന്നുള്ളതാണ് പൊതുവെ ഇന്ത്യയിൽ കണ്ടുവരുന്നത്. ഇന്ത്യയിൽ നിലനിൽക്കുന്ന സർക്കാർ പോലും അതിൻ്റെ പ്രകടമായ ഉദാഹരണമാണ്. അപ്പം നമ്മൾ ജനാധിപത്യ സമൂഹം എപ്പോഴും സമരങ്ങളോട് പുലർത്തേണ്ട സമീപനം എപ്പോഴും അനുകൂലമായ ഒന്നായിരിക്കണം. കാരണം ഈ ജനാധിപത്യ രാഷ്ട്രം എന്നുള്ളത് സമരങ്ങളുടെ, പണിമുടക്കുകളുടെ ഉൽപ്പന്നമാണ്. നാം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വഴിത്താരകളിൽ എന്തെല്ലാം സമരങ്ങൾ നടത്തിയിട്ടുണ്ട്, ഏതൊക്കെ രൂപത്തിലുള്ള സമരങ്ങൾ നടത്തിയിട്ടുണ്ട്, ഏതൊക്കെ പണിമുടക്കുകൾ നടത്തിയിട്ടുണ്ട്, നിസ്സാരണം ഉൾപ്പെടെ എന്തെല്ലാം രൂപത്തിലുള്ള പണിമുടക്കുകൾ നടത്തിയിട്ടുണ്ട്, ഉപ്പുകുറുക്കൽ ഉൾപ്പെടെ. ഇതിനൊക്കെ ചിലപ്പോൾ ഒരു രീതികൾ വ്യത്യാസമായിരിക്കാം. അഹിംസാ മാർഗത്തിലൂടെ നമ്മൾ ഒരുപാട് സമരങ്ങൾ നമ്മൾ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിയിട്ട് അതിൻ്റെ ഉൽപ്പന്നമാണ് ഇന്ത്യ എന്നുള്ള ദേശരാഷ്ട്രം. ഇന്ത്യ എന്നുള്ള ജനാധിപത്യ പരമാധികാര രാഷ്ട്രം എന്നുള്ളത് ഇതിൻ്റെ ഉൽപ്പന്നമാണ്. അങ്ങനെ ആ അർത്ഥത്തിലുള്ള ബോധം പിൻപറ്റുന്ന ഒരാൾക്കും ഇന്ത്യയിലെ സമരങ്ങളോട്, തൊഴിലാളികൾ നടത്തുന്ന അവകാശ പോരാട്ടങ്ങളോട് കണ്ണടയ്ക്കാൻ കഴിയില്ല.
പക്ഷെ നിർഭാഗ്യവശാൽ നമ്മളെ പിൻപറ്റുന്ന രാഷ്ട്രീയക്കാർ, ചില വലതുപക്ഷ രാഷ്ട്രീയക്കാരെങ്കിലും ഇതിന് വിരുദ്ധമായ ഘടകവിരുദ്ധമായ സമീപനം പുലർത്തുന്നുണ്ട്. അവരെല്ലാം തന്നെ ഏകാധിപത്യത്തിന്റെ ആരാധകന്മാർ. ഉള്ളിൻ്റെ ഉള്ളിൽ ഇവരെല്ലാം ഇവരുടെ ശരീരഭാഷ തന്നെ, ഇപ്പം വി.ഡി. സതീശന്റെ ശരീരഭാഷ തന്നെ നമുക്ക് നിരീക്ഷണം മനസ്സിലാവും. വെറും അഹങ്കാരവും ഗർവും മാത്രം കൊണ്ടു നടക്കുന്ന ഒരാളാണ്, അവജ്ഞയും കൊണ്ടു നടക്കുന്നതാണ്. അയാളുടെ കൃത്യമായ ഈ ചേഷ്ടകളെ നോക്കി നമുക്ക് മനസ്സിലാവും. അയാൾ വെറും അഹങ്കാരത്തിന്റെ ആൾരൂപമാണ്. അയാൾ ജനാധിപത്യ മര്യാദ എന്നുള്ളൊരു സാധനം പാലിക്കാൻ കഴിയാത്ത ഒരാളാണ്. ഇത്തരം ആൾക്കാരെ നമ്മൾ അധികാര സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ ഒരുപാട് ആലോചിക്കണം. ജനം ഒരിക്കലും വിധേയന്മാരല്ല. ജനാധിപത്യത്തെ സംബന്ധിച്ചോളം ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് യജമാന റോളാണുള്ളത്. നമ്മളെ സേവിക്കേണ്ട സെർവൻസ് ആണ് നമ്മൾ തിരഞ്ഞെടുത്ത് അയക്കുന്നത്. അതാണ് അതിൻ്റെ കോൺസെപ്റ്റ് എന്നുള്ളത്. ആ രൂപത്തിൽ നമുക്ക് ജനാധിപത്യത്തെ വിപുലീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ പോരാട്ട വീര്യവും നമ്മുടെ പോരാട്ടങ്ങളും ഒക്കെ വിസ്മൃതിയിലേക്ക് മാറും. ഇവന്മാർ ഡിക്റ്റേറ്റ് ചെയ്യുന്ന രൂപത്തിൽ നമ്മൾ ജീവിക്കേണ്ടി വരും. ഇവർ പറയുന്ന പൈസയ്ക്ക് നമ്മൾ തൊഴിലെടുക്കേണ്ടി വരും. ഇതൊക്കെ നമുക്ക് കൃത്യമായ ഒരു ബോധം ഉണ്ടാകണം. ഇതൊന്നും ജനാധിപത്യത്തിൽ നമ്മൾ അവകാശമാണെന്ന് തിരിച്ചറിയണം. സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്. നമ്മുടെ തൊഴിൽ നിയമങ്ങൾ, നമ്മുടെ തൊഴിലവകാശങ്ങൾ റദ്ദ് ചെയ്യപ്പെടുന്നിടത്ത് പൊരുതാനുള്ള അവകാശമുണ്ട്. ആ അവകാശ ബോധത്തോടു കൂടിയാണ് നമ്മൾ ദേശീയ സ്വാതന്ത്ര്യം എന്നുള്ള സംഭവത്തിലൂടെ ഇന്ത്യ സ്വതന്ത്രമായത്. നമ്മളൊരു ഭരണഘടന നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ ഇതിനോട് നീതി പുലർത്തുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. നമ്മളത് നീതി പുലർത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇത്തരം മൂന്നാംകിട കോർപ്പറേറ്റ് പിമ്പുകളുടെ പിറകെ പോകേണ്ടി വരും. അവരെ അനുസരിക്കേണ്ടി വരും. അതൊരടിമത്താണ്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഉറങ്ങിക്കിടക്കുന്ന അടിമത്തത്തിൻ്റെ പ്രഘോഷണമാണ് നമ്മൾ ഇവന്മാരെയൊക്കെ അംഗീകരിക്കുക എന്നുള്ളത്. മറിച്ച് ഇവരെ എല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ജനാധിപത്യ ബോധത്തിനൊപ്പം നിൽക്കുക, തൊഴിലാളികളുടെ അവകാശങ്ങൾക്കൊപ്പം നിൽക്കുക, അതിനുവേണ്ടി പോരാടുക, മതേതര ഇന്ത്യക്ക് വേണ്ടി പോരാടുക. ഇതാണ് പ്രധാനമായിട്ടുള്ളത്.